വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ്. പക്ഷേ നമ്മളെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി കുറഞ്ഞ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വളരെ ക്വാളിറ്റി. ഒരാൾ ഏത് ഡ്രസ്സ് ധരിക്കണ്ട എന്ന് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്ന് കുറച്ച് നേരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ജിസൈലിന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട്. അതായത് ജിസൈൽ വളരെ സ്കിന്നി ആയിട്ടുള്ള ഒരു പാൻസ് ഇട്ടേക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് ജിസൈൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്ന് വരെ ആൾക്കാർക്ക് സംശയമായിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ അതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ഒരു ചർച്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണിത്. അപ്പം നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകളുണ്ട്. എന്നാൽ ചോദിക്കും, ജിസൈൽ ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സൊക്കെ ആദ്യമായിട്ടാണോ ഇടുന്നതെന്ന്. ജിസൈലിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കയറി നോക്കിയാൽ മതി. ഇതിനെ കാട്ടിയും എക്സ്പോസ് ചെയ്തിട്ട് ഒരുപാട് ഡ്രസ്സുകൾ പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ട്. എന്തായാലും ജിസൈലിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലും ഇത് ഇത്തിരി ഓവറായിട്ട് തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ശരണ്യ ആനന്ദ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേരുദോഷം കേട്ടൊരു വ്യക്തിയാണ്. ഒരുപാട് ആൾക്കാർ ശരണ്യ ആനന്ദിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ പറ്റിയിട്ട് എടുത്തു വെച്ചിട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വിവാദത്തിനൊക്കെ ശേഷം ഈ പ്രാവശ്യം ജിസൈലിനാണ് ഈ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുന്നേ ഷാനവാസ് കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് ഈ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കേൾക്കാം. വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ്. പക്ഷേ നമ്മളെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ജിസൽ, വസ്ത്ര സ്വാതന്ത്ര്യം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ കേരള സംസ്കാരത്തിന് ചേരുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്നുള്ള രീതിയിൽ ഷാനവാസ് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഇതിനെ എതിർത്ത് റിയാക്ട് ചെയ്തു. ഷാനവാസ് ഭയങ്കര പഴയ ചിന്താഗതിയുള്ളവനാണ്, ഷാനവാസിന് നാണമില്ലേ ഇങ്ങനെ സദാചാരം കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഷാനവാസ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇപ്പം എല്ലാവരും അതിന് യോജിക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരിക്കലും ഇല്ല. ഞാനിവിടെ ആ സൈറ്റിൽ ജിസൈലിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു വീഡിയോ കാണുമ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. തെറ്റിദ്ധരിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ടീം ഇതിനൊക്കെ ഒരു പ്രത്യേകം എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. ഒന്നെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ വിളിച്ചിട്ട് പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യം ഇത് ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു ഷോ അല്ലേ. അപ്പം ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഒരു മര്യാദ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യരുടെയും ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് ഒന്നും മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ഇത്തിരി ഓവറായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും റിയാസ് ഇന്നെന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. റിയാസ് പുറത്തിറങ്ങിയ സമയത്ത് ഈ ഷാനവാസിനെ പറ്റിയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കേൾപ്പിക്കാം. വളരെ ക്വാളിറ്റി വളരെ കുറവാണ്, ഒബ്വിയസ്ലി കുറവാണ്. അത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി കുറഞ്ഞ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിൽ നടക്കുന്നത്. എന്റെ സീസണിലൊക്കെ അബ്യൂസീവ് വേർഡ്സ് ആകെ എഫേർട്സ് മാത്രമാണ് അബ്യൂസീവ് വേർഡ്സ്. ഇപ്പൊ മലയാളത്തിൽ വെറും തെറികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ്. ഭയങ്കര കുറച്ച് ചീപ്പായിട്ട് ഇരിക്കുന്നു കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി. ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്തമാനം ഉണ്ടായി എന്നാണ് റിയാസ് സലീം പറയുന്നത്. ഈ റിയാസ് സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി സീസൺ 4 എത്ര വട്ടം എഫ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്നറിയോ? ഒരുപാട് വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. സോ ക്വാളിറ്റി കുറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും നിങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങളങ്ങ് വളരെ മിസ്റ്റർ പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ വന്നിരുന്ന് സംസാരിക്കരുത്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൂ. അല്ലാതെ സാധാരണപ്പെട്ട ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് പുച്ഛമാണ്. അത് എന്ത് തരം മനോഭാവമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് ബെറ്റർ ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ബാക്കിയുള്ള ഒരു മനുഷ്യരെ നിങ്ങൾക്ക് കണ്ടുകൂടാ. നിങ്ങൾക്ക് അങ്ങ് വെറുപ്പാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ചൂടായിട്ട് സംസാരിച്ച് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആ ഒരു സീസണിൽ ഭയങ്കര മാസ്കുലിൻ ആയിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലോ അവരെയൊക്കെ നിങ്ങൾക്ക് വെറുപ്പാണ്. അതെന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് റിയാസ് സലീമിനെ സംബന്ധിച്ച് റിയാസ് സലീമിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും നല്ലത്. ബാക്കിയുള്ളവരെല്ലാവരും ഇല്ല മണ്ടന്മാരും പൊട്ടന്മാരുമാണ്. ബാക്കിയുള്ളവർക്കൊന്നും ഈ പറയുന്ന വിവരവും ഇല്ല, കൾച്ചറില്ല, എഡ്യൂക്കേഷൻ ഇല്ല. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ റിയാസ് സലീമിൻ്റെ ചിന്താഗതി. എന്തായാലും റിയാസ് അകത്ത് കയറിയിട്ട് ലക്ഷ്മിക്ക് ആവശ്യത്തിന് വോട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഷാനവാസിൻ്റെ വായിരിക്കുന്ന കേട്ടിട്ടുണ്ട്. യാതൊരു തരക്കേടുമില്ല. ഷാനവാസ് പറഞ്ഞതിനകത്ത് ഞാൻ 100% ഞാൻ യോജിക്കുന്നു.
കാര്യം ഒരു മര്യാദ വേണ്ടേ. റിയാസ് അവിടെ പോയത് എന്തുവാ, ഗസ്റ്റായിട്ടാണ് പോയേക്കുന്നത്. അവരുടെ മണ്ടയിലോട്ട് എന്ന് കയറാൻ നിന്ന് കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും വിളിക്കും. ഇപ്പോൾ ഈ പറയുന്ന ഷാനവാസിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിൽ പോലും റിയാക്ട് ചെയ്തിരിക്കും. കാര്യം നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡും രീതിയും ഉണ്ടല്ലോ, ഒരു മനുഷ്യർക്കും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും മണ്ടയിലോട്ട് ഓരോന്ന് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങൾക്ക്? എന്തായാലും ഇതിൽ കൂടുതൽ ഷാനവാസിനെ റിയാസിനെ പറ്റിയിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല. ഇനി വേറെ ഒരാളുടെ വീഡിയോ എനിക്കിവിടെ കാണിക്കണമെന്നുണ്ട്. അതായത് നമ്മുടെ ആദിലെ പറ്റിയിട്ടാണ്. ആദില നൂറെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ നൂറെ പറ്റിയിട്ട് ഞാനൊരു കുറ്റവും കൂടെ പറയുന്നില്ല. കാര്യം നൂറെ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്ക സമയത്ത് നൂറെ ഇത്തിരി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറയാണ്. പക്ഷേ ആദില എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നുണ്ട്. ഈ നൂറയ്ക്കും കൂടെ നെഗറ്റീവ് മേടിച്ച് കൊടുക്കുന്ന രീതിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദില ഇന്ന് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അനുമോളെ പറ്റിയിട്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഞാൻ നൈസായിട്ട് അനുമോളെ റിയാസിന് ഇട്ട് കൊടുത്തല്ലോ എന്ന്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ കൂടെ നിന്ന് ചതിക്കുന്ന ആൾക്കാരെ ഉണ്ടല്ലോ, ഒരു കാരണവശാലും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അവരോട് സഹകരിക്കരുത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനുമോൾ പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് കാണണം. കാര്യം അനുമോളുടെ വലിയ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് ഈ വ്യക്തി. എന്നിട്ടാണ് കൂടെ നടന്നിട്ടാണ് ഇമാതിരി പരിപാടി കാണിക്കുന്നത്. ഈ ആദിലെ സംബന്ധിച്ച് എല്ലാം ഇതാണ്. ഇടയ്ക്ക് വെച്ച് ഇപ്പം നെവിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് കിടന്നത്, ഇപ്പം നെവിൻ്റെ കൂടെ നിന്നിട്ട് ഷാനവാസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇതൊക്കെയാണ് ഈ പുള്ളിക്കാരത്തിയുടെ ബേസിക്കലി പരിപാടി. യാതൊരു നിലപാടും യാതൊരു ബോധവും ഇല്ലാതെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും താമസിക്കാതെ തന്നെ അതിലേക്ക് വീട്ടിൽ പോവാം. നിങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ച് ഇപ്പം നിങ്ങളെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ അടുത്ത് നടന്നിരിക്കുന്ന കുറേ ഇഷ്യൂസിൻ്റെയൊക്കെ പേരിൽ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു സ്വഭാവം വെച്ച് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെ നിങ്ങളെ വെറുക്കും. അത് ആദ്യമേ മനസ്സിലാക്കിയിട്ടൊക്കെ കളിക്കാൻ നോക്കുക. ഇന്ന് അനുമോളെ പിടിച്ച് നിർത്തിയിട്ട് കളിയാക്കുന്നതൊക്കെ ഒരു സീനൊക്കെ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ബാക്കി കോൺവെർസേഷൻ കേൾക്കാം. ഐ ഷുഡൻറ്റ് കെയർ വാട്ട് ദീസ് പീപ്പിൾ തിങ്സ് എന്ന്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഞാനത് കെയർ ചെയ്യുന്നില്ല എന്ന്. നമ്മളെ പറ്റിയുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി എന്ന്. പിന്നെ എന്തിനാണ് ഇമാതിരി രീതിയിൽ വന്നിരുന്ന് അഭിനയിക്കുന്നത്? ശരിക്കും ഇവിടെ ആദില എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന നിങ്ങളെ പബ്ലിക്കായിട്ട് അപമാനിച്ച സമയത്ത് നിങ്ങൾ വാ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതായത് ലക്ഷ്മിക്കെതിരെ നിങ്ങൾ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. അപ്പം ഈ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് പകരം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി നന്നായിരുന്നേനെ. ഇന്നലെ റിയാസ് സലീം ഈ പറയുന്ന ലക്ഷ്മിയെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടയിൽ കൂടെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു, ഇത്രയും ദിവസം ഇവർക്ക് വാ തുറക്കണ്ടായിരുന്നു, ഇപ്പം വാ തുറന്നല്ലോ എന്ന്. കറക്റ്റ് കാര്യമില്ലേ? ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ദിവസം ആദിലേക്കൊന്നും പറയാനില്ല, ഇപ്പം ആദില വന്ന ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ കയറിയിട്ട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കണ്ടുവെക്കുന്നത് നന്നായിരിക്കും. കുടിക്കുന്ന വെള്ളത്തിൽ ഒരു മനുഷ്യനെ വിശ്വസിച്ചുകൂടാ. ഇനി അനുവിനെ വിളിച്ച് നിർത്തിയിട്ട് കളിയാക്കുന്ന ഒരു സീനുണ്ട്. മനഃപൂർവ്വം പിടിച്ച് നിർത്തിയിട്ട് കളിയാക്കുവാണ്. ഈ ആര്യൻ എന്ന് പറയുന്നവൻ ഒരു പൊട്ടൻ, അവനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, യാതൊരു വിവരവും ഇല്ലാത്തൊരുത്തൻ. ഈ ബാക്കിയുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആരൊക്കെ ആ സൈഡിലിരിക്കുന്നതെന്ന്. അതായത് അതിന് കൂട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ആദില. ആദില ഭയങ്കര കൂട്ടുകാരി എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ പറയുന്നത്. ഓരോ റീൽസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണണം ഇവരുടെ രണ്ടുപേരുടെയൊക്കെ. എന്തായാലും ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദില എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.